ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ സ്റ്റീരിയോകെമിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. സ്റ്റീരിയോകെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ രണ്ട് തരത്തിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. SN2 റിയാക്ഷനും SN1 റിയാക്ഷനും. SN2 റിയാക്ഷൻ തന്നെ ആദ്യം കൺസിഡർ ചെയ്യാം. അപ്പോൾ SN2 റിയാക്ഷനിൽ ന്യൂക്ലിയോഫൈല് റിയാക്റ്റൻറ്റിൻ്റെ ബാക്ക് സൈഡ് പോർഷനിൽ കൂടെ അറ്റാക്ക് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് ഇൻവേർഷൻ സംഭവിക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ SN1 റിയാക്ഷൻ പ്രൊസീഡ്സ് വിത്ത് ദ കംപ്ലീറ്റ് സ്റ്റീരിയോകെമിക്കൽ ഇൻവേർഷൻ. പ്രത്യേകം ഓർക്കണം, SN2 മെക്കാനിസം പ്രൊസീഡ്സ് വിത്ത് ദ കംപ്ലീറ്റ് സ്റ്റീരിയോകെമിക്കൽ ഇൻവേർഷൻ. എന്നാൽ SN1 മെക്കാനിസത്തിൽ എന്താണ് നടക്കുന്നത്? അവിടെ ഒരു കാർബോകാറ്റയോൺ ആദ്യം ഉണ്ടാകുന്നു. ഈ കാർബോകാറ്റയോൺ വീണ്ടും ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പ്രൊഡക്റ്റായിട്ട് മാറുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ SN1 മെക്കാനിസം പ്രൊസീഡ്സ് വിത്ത് റെസിമൈസേഷൻ എന്ന് വിളിക്കാം. സോ SN2 മെക്കാനിസം പ്രൊസീഡ്സ് വിത്ത് ഇൻവേർഷൻ ഓഫ് സ്റ്റീരിയോകെമിക്കൽ കോൺഫിഗറേഷൻ ഓർ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. SN1 മെക്കാനിസം പ്രൊസീഡ്സ് വിത്ത് റെസിമൈസേഷൻ. അപ്പോൾ ഇതാണ് സ്റ്റീരിയോകെമിക്കൽ ആസ്പെക്ട്സ്. അപ്പോൾ ഈ സ്റ്റീരിയോ കെമിസ്ട്രിയെ പറ്റിയിട്ടും ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടും കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചില പ്രധാനപ്പെട്ട ടേമുകൾ, സ്റ്റീരിയോ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല ടേമുകളും പരിചയപ്പെടേണ്ടതുണ്ട്. അങ്ങനെയുള്ള ടേമുകളാണ് നമ്മളിനി പഠിക്കുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രധാന ടേമുകൾ എന്ന് പറയുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്ന് പഠിക്കണം, അതുപോലെ കൈറാലിറ്റി എന്താണെന്ന് പഠിക്കണം, അസിമെട്രി എന്താണെന്ന് പഠിക്കണം, അതുപോലെ റെസിമൈസേഷൻ, റെസ്മിക് മിക്സ്ചർ, ഇവയെല്ലാം എന്തൊക്കെയാണെന്ന് നമുക്കിനി പഠിക്കാം. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മളിനി പഠിക്കുന്നത്. അപ്പോൾ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത ചില പ്രധാനപ്പെട്ട ടേംസ് പഠിക്കാം. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. എന്താണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്? സാധാരണ ഓർഡിനറി ലൈറ്റിനെ ഒരു നിക്കോൾ പ്രിസത്തിൽ കൂടെ കടത്തിവിടുമ്പോൾ കിട്ടുന്ന ലൈറ്റിനെയാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഒരു ഓർഡിനറി ലൈറ്റ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഓർഡിനറി ലൈറ്റിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ. ഇത്തരത്തിലുള്ള ഓർഡിനറി ലൈറ്റിനെ ഒരു നിക്കോൾ പ്രിസത്തിൽ കൂടെ കടത്തിവിടുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവ എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എല്ലാം തന്നെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം വൈബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള ലൈറ്റിനെയാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പല ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെയും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോമ്പൗണ്ട് എടുക്കുന്നു, ഓർഗാനിക് കോമ്പൗണ്ടിനെ സൊല്യൂഷൻ രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നു. ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യിച്ച് സൊല്യൂഷൻ രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നു. ഇത്തരത്തിലുള്ള ഒരു കോമ്പൗണ്ടിലൂടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തിവിടുമ്പോൾ ഈ കോമ്പൗണ്ട് വരുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. സർട്ടൻ കോമ്പൗണ്ട്സ് റൊട്ടേറ്റ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് when it is passed through the solutions. Such compounds are known as optically active compounds. അപ്പോൾ ഈ കോമ്പൗണ്ടുകൾ വരുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ പല ആംഗിളിലേക്കും റൊട്ടേറ്റ് ചെയ്യിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ എത്രത്തോളം ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പൊളാരിമീറ്റർ. That is, the angle by which the plane polarized light is rotated is measured by an instrument which is known as polarimeter. Optically active compounds plane polarized lightനെ പല ഡയറക്ഷനിലേക്കും റൊട്ടേറ്റ് ചെയ്യിക്കുമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ if a compound rotates the plane polarized light towards right, such type of compounds are known as dextrorotatory. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് സൊല്യൂഷൻ ഫോമിലിരിക്കുന്നതിലൂടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തിവിടുമ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ റൈറ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെക്സ്ട്രോറൊട്ടേറ്ററി അല്ലെങ്കിൽ ഡി ഫോം. ഗ്രീക്ക് വേർഡായിട്ടുള്ള ഡെക്സ്ട്രോ എന്നതിൻ്റെ അർത്ഥം റൈറ്റ് എന്നാണ്. അതുകൊണ്ടാണ് ഡെക്സ്ട്രോറൊട്ടേറ്ററി എന്ന പേര് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് സാധാരണയായിട്ട് അവയുടെ ഡിഗ്രി ഓഫ് റൊട്ടേഷൻ തൊട്ട് മുൻപിലായി ഒരു പ്ലസ് സിമ്പിൾ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു.
ഇത്തരത്തിലൊരു കോമ്പൗണ്ട് ഡെക്സ്ട്രോട്ടേറ്ററി ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. മാത്രവുമല്ല ഓർഗാനിക് കോമ്പൗണ്ടിലൂടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തിവിടുമ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ ലീവോ റൊട്ടേറ്ററി അല്ലെങ്കിൽ എൽ ഫോം എന്ന് വിളിക്കുന്നു. ഇവിടെയും ഗ്രീക്ക് വേർഡായിട്ടുള്ള ലീവോ എന്നതിൻ്റെ അർത്ഥം ലെഫ്റ്റ് എന്നാണ്. അതുകൊണ്ടാണ് ലീവോ റൊട്ടേറ്ററി എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഇത്തരം കോമ്പൗണ്ടുകളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവയുടെ ഡിഗ്രി ഓഫ് റൊട്ടേഷന് മുൻപിലായിട്ട് ഒരു നെഗറ്റീവ് സിമ്പൽ അല്ലെങ്കിൽ ഒരു മൈനസ് സിമ്പൽ റെപ്രസെൻറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഡി ഫോമും എൽ ഫോമും തിരിച്ചറിയുന്നത്. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് തന്നെ രണ്ട് തരത്തിലുണ്ട് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡെക്സ്ട്രോട്ടേറ്ററി ഓർ ഡി ഫോം വിച്ച് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ പോസിറ്റീവ് സിമ്പൽ, ലീവോ റൊട്ടേറ്ററി ഓർ എൽ ഫോം വിച്ച് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ മൈനസ് ഓർ നെഗറ്റീവ് സിമ്പൽ അല്ലേ. ഇത്തരത്തിലുള്ള ഡി ഫോമും എൽ ഫോമും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ദ ഡി ഫോം ആൻഡ് എൽ ഫോം അല്ലെങ്കിൽ ദ പ്ലസ് ഫോം ആൻഡ് മൈനസ് ഫോം, ഇതിനെ നമുക്ക് ഐസോമേഴ്സ് എന്ന് വിളിക്കാം അല്ലേ. ഇവയുടെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം സെയിം ആയിരിക്കും. എവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്കാണോ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്, ലെഫ്റ്റിലേക്കാണോ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സച്ച് പ്ലസ് ആൻഡ് മൈനസ് ആർ നോൺ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ഒരു കോമ്പൗണ്ടിനെ തന്നെ ഡി ഫോമും എൽ ഫോമിനെയും നമ്മൾ വിളിക്കുന്നത് ദേ ആർ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്നാണ്. മാത്രവുമല്ല ഈ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം. അപ്പോൾ ഇങ്ങനെയാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്റ്റീരിയോ കെമിസ്ട്രിയോട് റിലേറ്റ് ചെയ്ത അടുത്ത കുറച്ച് ടേമുകളാണ് നമ്മളിനി പരിചയപ്പെടുന്നത്. മോളിക്കുലാർ എസിമെട്രി എന്ന ടേം എന്താണെന്ന് പഠിക്കാം. അപ്പം മോളിക്കുലാർ എസിമെട്രി നമ്മൾ പഠിക്കുമ്പോൾ മോളിക്യൂൾസിൻ്റെ കേസാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. സാധാരണയായിട്ട് ഓർഗാനിക് മോളിക്യൂൾസിലെല്ലാം തന്നെ കാർബൺ ഉണ്ടാവും. അപ്പോൾ കാർബണിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാർബൺ എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ 6 ആയിട്ടുള്ള എലമെൻ്റ് ആണ്. ഈ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് ഹാവിങ് 4 വാലൻസ് ഇലക്ട്രോൺസ്. അതുകൊണ്ട് തന്നെ കാർബണിന് 4 ഡിഫറൻറ്റോ സെയിമോ ആയിട്ടുള്ള ആറ്റംസുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് നമുക്കറിയാം. അതിനാൽ ഒരു ഓർഗാനിക് മോളിക്യൂളിൽ കാർബണിൻ്റെ ഈ 4 വാലൻസീസും ഫില്ലായിരിക്കുകയും മാത്രവുമല്ല ഈ അറ്റാച്ച് ചെയ്തിട്ടുള്ള 4 ഗ്രൂപ്പുകളും ഡിഫറൻ്റ് ആയിരിക്കുകയും ചെയ്യുന്നു എന്ന് ഒന്ന് കണക്കാക്കുക. നോക്കൂ, അങ്ങനത്തെ മോളിക്യൂളിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കാർബൺ ആറ്റത്തിൻ്റെ 4 വാലൻസീസും 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് കൊണ്ട് ഫുൾഫിൽ ചെയ്തിരിക്കുന്നു. ഇവയെ ABCD എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള കാർബണിനെയാണ് അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ സ്റ്റീരിയോ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് അസിമെട്രിക് കാർബൺ? ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബണിൻ്റെ 4 വാലൻസീസും കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയും മാത്രമല്ല ഈ 4 വാലൻസീസിലും 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് പ്രസൻ്റ് ആയിട്ടിരിക്കുകയുമാണെങ്കിൽ ഇത്തരം ഒരു മോളിക്യൂളിന് സിമെട്രി ഉണ്ടായിരിക്കില്ല. എന്താ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കട്ട് ചെയ്താൽ നമുക്ക് ഈക്വലി ഉള്ള പാർട്ടുകൾ കിട്ടില്ല അല്ലേ. 4 ഗ്രൂപ്പും ഡിഫറൻ്റ് ആണ്. മാത്രമല്ല ഇത് ടെട്രാഹെഡ്രൽ അറേഞ്ച്മെൻറ്റുമാണ്. ഇങ്ങനെ ഉള്ള മോളിക്യൂൾസിൽ ഉള്ള കാർബണിനെയാണ് അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ സ്റ്റീരിയോ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള കാർബൺ ആറ്റംസിനെ നമ്മൾ സാധാരണയായിട്ടൊരു സ്റ്റാർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ അസിമെട്രിക് കാർബൺ ആറ്റംസ് ഉള്ള മോളിക്യൂൾസിനെയാണ് അസിമെട്രിക് മോളിക്യൂൾ എന്ന് വിളിക്കുക. ഈ അസിമെട്രിക് മോളിക്യൂളിനെ പറ്റി നമ്മൾ എന്താണ് കൂടുതൽ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യം? അസിമെട്രിക് മോളിക്യൂൾ or asymmetry is responsible for the optical activity of organic compounds. Asymmetric carbon atoms ഉള്ള അല്ലെങ്കിൽ asymmetric carbon atoms present ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മോളിക്യൂൾസ് സാധാരണയായിട്ട് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നവയാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ടേമാണ് കൈറാൽ അല്ലെങ്കിൽ കൈറാലിറ്റി. എങ്ങനെയാണ് ഈ ടേമിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഗാനിക് മോളിക്യൂൾ ഏത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഏതൊരു ഒബ്ജക്റ്റിനെയും ഓർഗാനിക് മോളിക്യൂളിനെയും ഒരു മിററിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ മിറർ ഇമേജ് കിട്ടും അല്ലേ. ഇവിടെ നമ്മുടെ ഹാൻഡിൻ്റെ മിറർ ഇമേജാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സർക്കിളിൻ്റെ മിറർ ഇമേജും കാണാം. ഇവർ തമ്മിൽ എന്തെങ്കിലും സാദൃശ്യമോ വ്യത്യാസമോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള നമ്മുടെ കൈയിൻ്റെ മിറർ ഇമേജ് ഒന്ന് നോക്കൂ.
കൈയിൻ്റെ മിറർ ഇമേജുകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ 2 കൈയും അല്ലേ, ഈ ഒരു കൈയുടെ മുകളിൽ മറ്റൊരു കൈ കയറ്റി വെച്ചാൽ ഇത് സൂപ്പർ ഇമ്പോസിബിൾ ആണോ? രണ്ടും തമ്മിൽ ഇമ്പോസ് ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ ദ ഒബ്ജക്റ്റ് ഓർ മോളിക്യൂൾ വിച്ച് ആർ നോട്ട് സൂപ്പർ ഇമ്പോസിബിൾ ഓൺ ഇറ്റ്സ് മിറർ ഇമേജസ് ആർ കോൾഡ് കൈറാൽ. നോൺ സൂപ്പർ ഇമ്പോസിബിൾ അല്ലാത്ത മിറർ ഇമേജസ് നൽകുന്ന ഒബ്ജക്റ്റുകളെയോ മോളിക്യൂളിനെയോ വിളിക്കുന്ന പേരാണ് കൈറാൽ മോളിക്യൂൾ. ഈ ഒരു പ്രോപ്പർട്ടിയെ കൈറാലിറ്റി എന്നാണ് പറയുന്നത്. കൈറാലിറ്റി. മറ്റൊരു ഒബ്ജക്റ്റ് ആയിട്ടുള്ള സർക്കിൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. ഒരു സർക്കിളിൻ്റെ മിറർ ഇമേജ് ആണ് അടുത്ത സർക്കിൾ. ഒരെണ്ണത്തിന് മുകളിൽ കയറ്റി വെക്കുന്നു എന്നിരിക്കട്ടെ, എങ്ങനെയായിരിക്കും? അവയുടെ മിറർ ഇമേജസ് സൂപ്പർ ഇമ്പോസിബിൾ ആകുന്നു അല്ലേ. ദ ഒബ്ജക്ട്സ് വിച്ച് ആർ സൂപ്പർ ഇമ്പോസിബിൾ ഓൺ മിറർ ഇമേജസ് ആർ കോൾഡ് എക്കൈറാൽ മോളിക്യൂൾസ്. ഈ ഒരു പ്രോപ്പർട്ടിയെയാണ് എക്കൈറാലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൈറാലും എക്കൈറാലും മനസ്സിലായല്ലോ. അപ്പോൾ കൈറാൽ എന്ന് പറയുമ്പോൾ ദീസ് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഓൺ മിറർ ഇമേജസ്. സച്ച് കൈൻഡ് ഓഫ് ഒബ്ജക്ട്സ് ഓർ മോളിക്യൂൾസ് ആർ നോൺ ആസ് chiral molecules, and the objects which are superimposable on mirror images are called achiral molecules. മോളിക്കുലാർ അസിമെട്രിയെയും കൈറാലിറ്റിയെയും പറ്റി പഠിക്കുന്നതിനായിട്ട് നമുക്ക് ചില ഓർഗാനിക് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ആണ്, അതായത് പ്രൊപ്പെയിൻ ടു ഓൾ. പ്രൊപ്പെയിൻ ടു ഓളിനെയും അതിൻ്റെ മിറർ ഇമേജസും ഒന്ന് വരച്ചു നോക്കൂ. പ്രൊപ്പെയിൻ എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റമുള്ള കോമ്പൗണ്ടാണ്. സെക്കൻഡ് പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊപ്പെയിൻ ടു ഓളിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. പ്രൊപ്പെയിൻ ടു ഓളിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കൂ. കാർബൺ ആറ്റം 2 CH3 ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. കൂടാതെ ഒരു ഹൈഡ്രജൻ ആറ്റത്തോടും ഒരു OH ഗ്രൂപ്പിനോടും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതായത് കാർബണിൻ്റെ 4 വാലൻസിയും കംപ്ലീറ്റ് ആണ്. എന്നാൽ ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ എല്ലാം ഡിഫറൻ്റ് അല്ല അല്ലേ. 2 CH3 ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാർബൺ അസിമെട്രിക് കാർബൺ അല്ല. അപ്പോൾ അസിമെട്രിക് കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള 4 ആറ്റംസും അല്ലെങ്കിൽ ഗ്രൂപ്പ്സും ഡിഫറൻ്റ് ആണെങ്കിൽ അത്തരം കാർബൺ ആറ്റത്തിനെയാണ് അസിമെട്രിക് കാർബൺ ആറ്റം എന്ന് വിളിക്കുന്നത്. ഇവിടെ പ്രൊപ്പെയിൻ ടു ഓളിലെ ഈ കാർബൺ ആറ്റം അസിമെട്രിക് കാർബൺ ആറ്റം അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊപ്പെയിൻ ടു ഓൾ എന്ന് പറയുന്ന മോളിക്യൂള് എന്തല്ല? അസിമെട്രിക് മോളിക്യൂളുമല്ല. അപ്പോൾ അസിമെട്രിക് മോളിക്യൂൾസ് മാത്രമേ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നുള്ളൂ അല്ലേ. അല്ലെങ്കിൽ അസിമെട്രിക് മോളിക്യൂൾസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ കൈറാലിറ്റിയെ പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ. എന്നാൽ ഇവിടെ പ്രൊപ്പെയിൻ ടു ഓളിൻ്റെ സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് അസിമെട്രിക് കാർബൺ ആറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ ദിസ് കോമ്പൗണ്ട് ഈസ് കൺസിഡേർഡ് ആസ് എക്കൈറാൽ. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടുകളെ എക്കൈറാൽ എന്ന് വിളിക്കാം. ഇനി ഈ പ്രൊപ്പെയിൻ ടു ഓൾ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇതുപോലൊരു സ്ട്രക്ചർ കിട്ടുന്നു അല്ലേ. ഇനി ഈ 2 സ്ട്രക്ചറും സൂപ്പർ ഇമ്പോസിബിൾ ആണോ? എ എന്ന് പറയുന്ന സ്ട്രക്ചറിന് മുകളിലേക്ക് ബി എന്ന് പറയുന്ന സ്ട്രക്ചർ ഒന്ന് കയറ്റി വയ്ക്കുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കൂ. അത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ് അല്ലേ. എന്നാൽ ബി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് എ എന്ന് പറയുന്ന സ്ട്രക്ചറിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ സ്ട്രക്ചർ സി ഈസ് സൂപ്പർ ഇമ്പോസിബിൾ ഓൺ ദ സ്ട്രക്ചർ എ. ഇത്തരത്തിൽ സിമ്പിൾ മോളിക്യൂൾസ് കൺസിഡർ ചെയ്യുക വഴി നമുക്ക് കൈറാലിറ്റി, എക്കൈറാലിറ്റി പോലെയുള്ള ടേംസുകളെ കൂടുതൽ വിശദമായിട്ട് പഠിക്കാം. അടുത്ത ഒരു മോളിക്യൂളിനെ പരിചയപ്പെടാം, ബ്യൂട്ടെയിൻ ടു ഓൾ. ബ്യൂട്ടെയിൻ ടു ഓളിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കൂ. ബ്യൂട്ടെയിൻ ടു ഓൾ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 4 കാർബൺ ആറ്റംസ് ഉള്ള ഒരു കോമ്പൗണ്ടാണ് അല്ലേ. അല്ലെ സെക്കൻഡ് പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പും ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബ്യൂട്ടെയിൻ ടു ഓളിനെ നമ്മൾ മിറർ ഇമേജസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു. നോക്കൂ, ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഈ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 ഗ്രൂപ്പുകളും ഡിഫറൻ്റ് ആണ് അല്ലേ. ഒന്ന് CH3 ആണ്, മറ്റൊന്ന് H ആണ്, അടുത്തത് OH ആണ്, 4-മത്തേത് CH2 CH3 ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ബ്യൂട്ടെയിൻ ടു ഓളിലെ ഈ കാർബൺ ആറ്റത്തിനെ നമുക്ക് അസിമെട്രിക് കാർബൺ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു മോളിക്യൂളിൽ, ഏതെങ്കിലും ഒരു ഓർഗാനിക് മോളിക്യൂളിൽ അസിമെട്രിക് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൈറാലിറ്റി ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ. അതിനാൽ നമ്മൾ ഈ കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് ഒന്ന് കൺസിഡർ ചെയ്യാം. മിറർ ഇമേജ് നമ്മൾ വരച്ചു കഴിഞ്ഞ ശേഷം ഈ മിറർ ഇമേജ് ബ്യൂട്ടെയിൻ ടു ഓളിൻ്റെ സ്ട്രക്ചറിന് സൂപ്പർ ഇമ്പോസിബിൾ ആണോ അല്ലയോ എന്നൊന്ന് നോക്കൂ.
ഈ ഒരു ഇമേജിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഇമേജ് കയറ്റി വെക്കുന്നതായിട്ട് സങ്കല്പിക്കാം. നമുക്ക് കാണാൻ സാധിക്കും ദീസ് സ്ട്രക്ചേഴ്സ് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഓൺ ഇറ്റ്സ് മിറർ ഇമേജസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ അസിമെട്രിക് കാർബൺ ആറ്റം ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിന് കൈറാലിറ്റിക്ക് സാധ്യതയുള്ള ഒരു മോളിക്യൂളാണ്. മാത്രവുമല്ല മിറർ ഇമേജ് കൺസിഡർ ചെയ്യുമ്പോൾ ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഓൺ ഇറ്റ്സ് മിറർ ഇമേജസ്. Therefore, this compound is considered as chiral. ഈ ഒരു മോളിക്യൂളിനെ നമുക്ക് കൈറാൽ മോളിക്യൂൾ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പല മോളിക്യൂൾസും ഇത്തരത്തിൽ കൈറാലിറ്റി കാണിക്കുന്നവ തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ടേമാണ് ഇനാൻഷോമേഴ്സ്. അപ്പോൾ ഇനാൻഷോമേഴ്സിനെ പറ്റി പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ടേമായിട്ടുള്ള ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഒന്ന് ചിന്തിക്കണം. എന്താണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി? ചില ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? കാരണം ചില ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ അക്വസ് സൊല്യൂഷനിലൂടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തിവിടുമ്പോൾ ഈ കോമ്പൗണ്ട് വരുന്ന ലൈറ്റിനെ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഇങ്ങനെയുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഫിനോമിനെ നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്നും വിളിച്ചു അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ ഐസോമേഴ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇഫ് they are non-superimposable on mirror images, such type of compounds are known as enantiomers. അതായത് നോക്കൂ, the optical isomers which are non-superimposable on mirror images, these are called enantiomers and this phenomenon is known as enantiomerism. എന്താണ് ഈ enantiomersന്റെ പ്രത്യേകത? enantiomers എന്ന് പറയുമ്പോൾ രണ്ട് പെർട്ടിക്കുലർ ഐസോമേഴ്സ് ഉണ്ടാവും, അവ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള രണ്ട് ഐസോമേഴ്സും അല്ലെങ്കിൽ രണ്ട് കോമ്പൗണ്ട്സും എന്താണ്? രണ്ടും ഒരേ തരം ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി കാണിക്കുന്നവയാണ്. എന്നാൽ ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു കോമ്പൗണ്ടിലൂടെ നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ കടത്തി വിടുമ്പോൾ ഒരെണ്ണം റൈറ്റ് ആംഗിളിലേക്കാണ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ മറ്റൊന്ന് ലെഫ്റ്റ് ഡയറക്ഷനിലേക്കാണ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് വരുന്ന ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. നമുക്കറിയാം ദ കോമ്പൗണ്ട് വിച്ച് റൊട്ടേറ്റ്സ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇൻ ദ റൈറ്റ് ആംഗിൾ ഡയറക്ഷൻ ഇറ്റ് ഈസ് നോൺ ആസ് ഡെക്സ്ട്രോട്ടേറ്ററി അല്ലേ? മറ്റേത് ലീവോ റൊട്ടേറ്ററി. അപ്പോൾ ഇനാൻഷിയോമേഴ്സ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനാൻഷിയോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്? It includes one enantiomer is dextrorotatory and other it is levorotatory.